അല്ല മച്ചമാരെ, ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ പഴയ കത്തിയ നെസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. പഴയ മാർക്കറ്റാണ്. നല്ല നല്ല ഡ്രസ്സുകളും, അതായത് മെയിനായിട്ട് അബായും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടാൻ പറ്റിയൊരു ചെറിയൊരു സ്പോട്ടാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണല്ലോ ഞാൻ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ. ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. ഇവിടെ ഇതൊരു പഴയ മാർക്കറ്റാണ്. കുറേയൊക്കെ ഷോപ്പുകൾ അടച്ചൊക്കെ പോയിട്ടുന്നുണ്ട്. ഒന്നാണല്ലോ മെയിൻ ഉപകാരം ഇതാണ് കേട്ടോ. കുട്ടികളിങ്ങനെ അയച്ചു വിടാം. അവർക്ക് സുഖമായി ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ പറ്റും. പിന്നെ അതേപോലത്തെ കണ്ടോ വണ്ടികളൊക്കെ റെൻറ്റിനെടുത്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഓട്ടിച്ച് കളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കമ്മിങ് ടു ദ പോയിൻറ്റ്, നമ്മുടെ പർദ്ദ ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ 50 റിയാൽ 30 റിയാലിനൊക്കെ നമുക്കിവിടെ പർദ്ദകൾ കിട്ടും കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ല, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും മിഠായികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ ഒരു പഴയ മാർക്കറ്റിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് കിട്ടും. അധികം റഷൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. സൈഡിലായിട്ട് ഇതേപോലെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ടുണ്ടാവും. പിള്ളേരെ പിടിച്ചില്ലെങ്കിൽ നേരെ അതിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കും. കണ്ടില്ലേ, പിന്നെ ഇതേപോലെയുള്ള പല ഡ്രസ്സുകളും ഇവിടെ വെക്കണം കേട്ടോ. അപ്പോൾ നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ട്രഡീഷണൽ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താ ഒഴിഞ്ഞ് കിടക്കണം, ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഫീൽ ചെയ്യും. ബട്ട് അവിടെ എല്ലാ കാര്യം നമ്മൾ എല്ലാ കടയിലും കയറി ഇറങ്ങണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല പർദ്ദകളും തുണികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കണ്ടോ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെന്താ അവിടെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ബട്ട് അങ്ങനെയല്ല കേട്ടോ, കയറി നോക്കണം. ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞ പോലെ പിള്ളേരെ നോക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ സാധനങ്ങൾക്ക് പൈസ പോകും. കണ്ടില്ലേ, കാണില്ലേ, എല്ലാവരും ഓരോ വീതം എടുത്തിട്ടുണ്ട്. നോക്കിയേ, അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതിനൊക്കെ നടക്കാൻ. വേറെ വൈബാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വഴി പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കയറിയിട്ട് നോക്കി പോവാം. ഇവിടേക്കായിട്ട് വരണ്ട, പിന്നെ ആൾക്കാരെ എല്ലാം ആക്കാൻ തുടങ്ങും. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ പഴയ കത്തിയ നഷ്ടമുണ്ടല്ലോ, അതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡു വിസിറ്റ്.